കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ കോടതിയിൽ എന്താണ് നടന്നത്? മമതാ ബാനർജി സുപ്രീം കോടതിയിൽ മമതാ ബാനർജിയുടെ അഡ്വക്കേറ്റ് കുപ്പായം എടുത്തിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അതിനുശേഷം മമതാ ബാനർജി കോടതിയിൽ അവിടെ വാദിക്കുന്നത് എന്റെ നാട്ടിലെ SIR എന്ന് പറയുന്നത് എന്റെ നാടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള SIR ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 13.6 മില്യൺ ആൾക്കാർ, ഏകദേശം 1.3 കോടി ജനങ്ങൾ ഇപ്പോഴിതാ എന്റെ നാട്ടിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ പോകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി പറഞ്ഞത്. പക്ഷേ മമതാ ബാനർജിയോട് കോടതി തിരിച്ചു ചോദിച്ചത്, താങ്കൾ എന്തിനാണ് ഇത് വാദിക്കുന്നത്, താങ്കളുടെ വക്കീൽ പറയട്ടെ. കാരണം മമതാ ബാനർജി യാതൊരുവിധ മര്യാദയും ഇല്ലാതെ വലിയ രീതിയിൽ അവിടെ കിടന്ന് ആക്രോശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് എന്ന് വിചാരിച്ചായിരിക്കുമോ മമതാ ബാനർജി അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. എന്ത് തന്നെയായിരുന്നാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിമർശനം കഴിഞ്ഞ ഭാഗത്ത് മമതാ ബാനർജിക്ക് നേരെ ഉണ്ടായി. ആ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോടതി എന്താണ് ചെയ്തത്, ആർക്കാണ് കഴിഞ്ഞ ദിവസം തിരിച്ചടി കിട്ടിയത്? കഴിഞ്ഞ ദിവസം ആർക്കും തിരിച്ചടി കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മമതാ ബാനർജിയുടെ കാര്യങ്ങൾ വളരെ റെസ്പെക്റ്റോട് കൂടി കേട്ട കോടതി, സുപ്രീം കോടതി ചെയ്തത് ഇലക്ഷൻ കമ്മീഷനോട് എന്താണ് വിഷയമെന്ന് ചോദിച്ചു. മമതാ ബാനർജി ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് എന്റെ നാട്ടിലെ ജനങ്ങൾ അവരുടെ പേരുകൾ എല്ലാം തന്നെ ഒരു അക്ഷരം മാറിയാൽ പോലും അതിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ള ഭയം അവർക്കുണ്ട്. പുറത്താക്കി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ആരെയും പുറത്താക്കിയിട്ടില്ല. മമതാ ബാനർജി ഉദ്ധരിച്ച ഉദാഹരണം എന്ന് പറയുന്നത് ദത്ത, DATTA എന്ന പേരുള്ള ഒരാളുടെ ദത്ത എന്ന പേര് DUTTA എന്നായി പോയി കഴിഞ്ഞാൽ അയാൾ SIR നിന്ന് പുറത്താകുന്ന ഒരു അവസ്ഥയാണുള്ളത്. കോടതി ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഒന്നും തന്നെ ഇല്ലാതെ അത് നടത്തണമെന്നാണ്. അത്രമാത്രമാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നടന്നത്. ഇനി അടുത്ത ദിവസത്തേക്ക് വാദം കേൾക്കാനായി, അതായത് 9-ാം തീയതി വാദം കേൾക്കാനായി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. മമതാ ബാനർജി അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള വാചാടോപങ്ങളൊക്കെ കോടതി നടത്തിയെങ്കിലും കോടതി അതൊന്നും തന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പോരാത്തതിന് മമതയുടെ വാദം ആദ്യം കേൾക്കണം എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് തയ്യാറായില്ല. സ്വാഭാവികമായിട്ടുള്ള നടപടികളിലൂടെ മാത്രമേ കോടതി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ജസ്റ്റിസുമാർ പറയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്.